മേഖലകൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ എല്ലാ ബിസിനസ്സിലും എല്ലാ പ്രൊജക്റ്റിലും കോമൺ ആയിട്ടുള്ള ഒന്നാണ് റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? സാധാരണ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഭയങ്കര ബോറായി പോകും. ഓക്കെ, നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. ഓക്കെ, എന്താണ് റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത്? പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? വസ്തു മേടിക്കുക, മറിച്ചു വെക്കുക, അല്ലെ? അപ്പൊ വസ്തു വാങ്ങുന്നു, വിൽക്കുന്നു, അതാണ് നമ്മുടെ ബൈയിങ്, സെല്ലിങ്. അതേപോലെ തന്നെ വാങ്ങുന്ന വസ്തു വാടകയ്ക്കും കൊടുക്കാറുണ്ട്. അതും നമുക്കൊരു റിയൽ എസ്റ്റേറ്റിൽ പെട്ട കാര്യമാണ്. വാങ്ങുന്നു, വിൽക്കുന്നു, വാടകയ്ക്ക് കൊടുക്കുന്നു. സാധാരണ ഇന്നിവിടെ ഇത് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല, അല്ലെ? മിക്കവാറും പേർക്ക് സ്വന്തമായിട്ട് ഒരു വീടോ സ്ഥലം എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാവും. അപ്പൊ എന്താ, ആ വസ്തു നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ വസ്തു വാങ്ങിയിട്ടുണ്ട്. ചില ആളുകള് മറിച്ചു വിൽക്കാൻ വേണ്ടി വസ്തു വിറ്റിട്ടുള്ള ആൾക്കാരുണ്ടാവും, അപ്പൊ വിൽപ്പനയും നടത്തിയിട്ടുണ്ട്. ചില ആളുകൾ ഒന്നിൽ കൂടുതൽ വീടോ പ്രോപ്പർട്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് വാടകയ്ക്ക് കൊടുക്കുന്നവരായിരിക്കും. അപ്പൊ വാടകയ്ക്ക് കൊടുത്ത് ശീലമുണ്ട്. സ്വന്തമായിട്ട് വീടില്ലാത്തവരോ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് ബിൽഡിംഗ് ഇല്ലാത്തവരാണെങ്കിൽ വാടക കൊടുത്തും ശീലം ഉണ്ടാവും. അപ്പൊ കൊടുത്തും വാങ്ങിയും ശീലം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വാങ്ങുന്നു, വിൽക്കുന്നു, വാടകയ്ക്ക് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ സാധാരണ രീതിയിലുള്ള മൂന്ന് റിയൽ എസ്റ്റേറ്റിന്റെ മൂന്ന് പ്രധാന ഭാഗങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ റിയൽ എസ്റ്റേറ്റിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് ഉണ്ടാവും? ഇപ്പൊ നമുക്ക് ബിൽഡിങ്ങുകൾ, ഒന്ന് ഭൂമി വാങ്ങി മറിച്ചു വെക്കാം. രണ്ട്, ബിൽഡിങ്ങുകൾ പണിത് വിൽക്കാം. ബിൽഡിങ്ങുകൾ പണിത് നമുക്കത് വാടകയ്ക്ക് കൊടുക്കാം. അതല്ലാതെ നമുക്ക് നാച്ചുറൽ റിസോഴ്സസ്, കേട്ടില്ല? നാച്ചുറൽ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എന്താണ്, നമുക്ക് ഇപ്പോ കരിങ്കൽ ക്വാറി, കരിങ്കലിന്റെ ബിസിനസ്, അതൊരു റിയൽ എസ്റ്റേറ്റിന്റെ ഒരു വകഭേദമാണ്. മണലിന്റെ ബിസിനസ്, മണ്ണ്, അതുകൂടാതെ ഈ വെള്ളം. ഇപ്പൊ എറണാകുളം ടൗണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 സെന്റ് സ്ഥലവും വറ്റാത്ത ഒരു കിണറും നീരുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ കോടീശ്വരനാണ്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഈ ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നിന്ന് കുറച്ചങ്ങോട്ട് 1/2 കിലോമീറ്റർ മുന്നോട്ട്, 1/2 കിലോമീറ്റർ ഇല്ല, ഒരു 300 മീറ്റർ മുന്നോട്ട് പോയാൽ അവിടെ ഹിഷാം വില്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു വീട് കാണാം. എനിക്ക് തോന്നുന്നു 35,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ്. അതിന്റെ ആൾക്കുള്ള ബിസിനസ് വെള്ളം കച്ചവടം. വെള്ളം എന്ന് വെച്ചാൽ ആൾ കുറേ ലോറികളുണ്ട്, ഒരു 10-20 സെന്റ് സ്ഥലത്ത് നല്ല വെള്ളമുണ്ട്. അപ്പൊ അതുകൊണ്ട് പണക്കാരനാവാം, കോടീശ്വരനാവാം. ഓക്കെ, അപ്പൊ അതും ഒരു റിയൽ എസ്റ്റേറ്റ് ആണ്. അതേപോലെ തന്നെ ഉള്ളതാണ് ടിമ്പർ എന്ന് വെച്ചാൽ ഭൂമിയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അത് മുറിച്ചു വെക്കാം. ഇപ്പൊ നമ്മൾ കണ്ടില്ല, പലപ്പോഴും തേക്കിന്റെ തോട്ടം, ഈട്ടി തോട്ടം, അങ്ങനെ പലതും കണ്ടിട്ടുണ്ട്. ഇതുപോലെ വില കൂടിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടും നമുക്ക് അതിലൂടെ പണക്കാരനാകാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഒന്ന് നമുക്ക് ഒരു ഭൂമി വാങ്ങി മറിച്ചു വെക്കുന്നതാണെങ്കിൽ അത് ഇതിലുണ്ട്. അതല്ലെങ്കിൽ ഒരു ഭൂമി അത് പണിത് വാടകയ്ക്ക് കൊടുക്കുന്നതാണെങ്കിൽ അത് ഇതിലുണ്ട്. കൃഷിയിലൂടെ വരുമാനമാണെങ്കിൽ അതും ഇതിലുണ്ട്, ടിമ്പർ ആണെങ്കിലും. അപ്പൊ അങ്ങനെ എല്ലാ മേഖലകളും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള നമ്മളുടെ ഒരു പ്രോജക്റ്റിന്റെ പേരാണ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. അപ്പൊ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്ന് പറയുമ്പോൾ ഈ പേരിന് എവിടെ ഒരു സിമിലാരിറ്റി, കേട്ട് പരിചയം തോന്നുള്ളേ, ഇല്ലേ? എവിടെ കേട്ട് പരിചയമുള്ള ഒരു പേര്? നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ കേട്ടിട്ടുണ്ട്, അല്ലെ? ഏതൊരു പണ്ടേ പ്രിയദർശന്റെ സിനിമയാണോണ്ട്, അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ കേട്ടിട്ടുണ്ട്. ഇത് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. ഇത് കേൾക്കുമ്പോ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടാ? എന്തെങ്കിലും ഒരു പന്തികേട് തോന്നുന്നുണ്ടാ? ചന്ദനത്തോപ്പുകൾ. ഓക്കെ, ഈ ചന്ദനം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ആരാ? വീരപ്പനെ ഓർമ്മ വരുന്നല്ലേ? അപ്പൊ വീരപ്പനാണ് ബ്രാൻഡ് അംബാസഡർ. വീരപ്പൻ എന്ന് പറയാലോ, ചിലപ്പോൾ ന്യൂജൻ പിള്ളേർക്കൊന്നും അറിയണ്ടാവില്ല. ഇന്ന് ഒരുപാട് യൂത്തന്മാരെ കണ്ടിരുന്നു, പുതിയ യൂത്ത്. അവർക്കൊന്നും ചിലപ്പോൾ വീരപ്പൻ ആരാണെന്നോ ചന്ദനക്കള്ളെന്നോ അറിയണ്ടാവില്ല. എല്ലാവർക്കും വേണ്ടി പറയാം. അപ്പൊ വീരപ്പന്റെ പേരിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കർണാടക സ്റ്റേറ്റിലെ ബന്ദിപ്പൂർ വനങ്ങളിൽ ചന്ദനം മോഷണം നടത്തി ജീവിച്ചിരുന്ന, മറ്റുള്ളവർക്കൊക്കെ അത് ഒരു കായംകുളം കൊച്ചുണ്ണി സ്റ്റൈലിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് വീരപ്പൻ. വീരപ്പൻ ഇന്ന് ഇല്ല, ഈസ് നോ മോർ. പക്ഷെ ഇന്നും വീരപ്പന്റെ പേരിലാണ് ഈ ചന്ദനം അറിയപ്പെടുന്നത്. അപ്പൊ ഒന്ന് ചന്ദനമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചന്ദനത്തോപ്പുകൾ. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 11 ഏക്കർ സ്ഥലത്ത് 150 കേവ് മാതൃകയിൽ, ഇത് കണ്ടില്ലേ, ഇതൊരു ഗുഹയാണ്. ഒരു ഗുഹയുടെ മാതൃകയിലുള്ള 150 കോട്ടേജുകൾ. ഓരോ കോട്ടേജുകളും നിൽക്കുന്നത് 5 സെന്റ് സ്ഥലത്ത്. അപ്പൊ 5 സെന്റ് സ്ഥലത്ത് 150, ഓരോ 5 സെന്റിലും 570 സ്ക്വയർ ഫീറ്റുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമും ഒരു കുട്ടികൾക്കുള്ള ഒരു ബെഡ് സ്പേസും, അതുകൂടാതെ റൂമിനകത്ത് തന്നെ ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളും വെള്ളച്ചാട്ടവും ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള, മോൾഭാഗത്തെല്ലാം കംപ്ലീറ്റ് ഇതുപോലെ പുല്ലുകൊണ്ട് മൂടിയിട്ടുള്ള
ഒരു കോട്ടേജ്, ഒരു 4 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ടുള്ള ഒരു കോട്ടേജ് ആണ് ഈ ഒരു റിസോർട്ട് പ്രൊജക്ട് എന്ന് പറയുന്നത്. നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ, സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ്, ഇക്കോ ഫ്രണ്ട്ലി പ്രീമിയം റിസോർട്ട്സ്, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. അപ്പൊ ഈ റിസോർട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 11 ഏക്കറിലാണ് ഉള്ളത്. 150 കോട്ടേജുകളുണ്ട്. ഓരോ കോട്ടേജും 4 സ്റ്റാർ കാറ്റഗറിയിലാണ്. ഓരോ 5 സെന്റിലും ഈ കോട്ടേജിന് പുറമെ 16 ചന്ദനമരങ്ങളും കൂടി ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കിക്കൊണ്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകാം. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊജക്ട് സ്വന്തമാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ 3 രീതിയിലുള്ള ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നുണ്ടാവുക. ഒന്നാമത്തെ ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുന്ന ടൂറിസം ബെനിഫിറ്റ്. അപ്പം ടൂറിസം ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്. അങ്ങനെ 3 മേഖലകളും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണത്. ടൂറിസം എന്ന് പറയുമ്പോൾ ഇതിലൂടെ കിട്ടുന്ന വാടക, റെന്റൽ ഇൻകം ആണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന അഗ്രികൾച്ചർ ബെനിഫിറ്റ്. ഓരോ 5 സെന്റ് സ്ഥലത്തും 16 ചന്ദനമരങ്ങളുണ്ട്. അപ്പൊ ആ ചന്ദനമരത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ അപ്രീസിയേഷൻ. ഇപ്പൊ ഇന്ന് വാങ്ങിയ വിലക്കല്ലല്ലോ, നാളെ നമുക്ക് വേണമെങ്കിൽ എപ്പോഴെങ്കിലും വിൽക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 സെന്റ് സ്ഥലവും 570 സ്ക്വയർ ഫീറ്റും അടങ്ങുന്ന ഈ ഒരു കോട്ടേജ് നിങ്ങൾ വന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരിലേക്ക് ആധാരം രജിസ്റ്റർ ചെയ്ത് തരുന്നു. അപ്പൊ അതിന്റെ ഉടമസ്ഥനാരെ നിങ്ങളാണ് അതിന്റെ ഉടമസ്ഥൻ. ഇനി നിങ്ങൾക്ക് ഇത് വാടകയ്ക്കും കൊടുക്കാം, വിൽക്കുകയും ചെയ്യാം. അപ്പൊ ഈ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ ആദ്യം പറഞ്ഞ ടൂറിസം ബെനിഫിറ്റ്. അപ്പൊ ഈ 4 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു കോട്ടേജ് നമ്മൾ റെന്റിന് കൊടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു റിസോർട്ട് അല്ല. സാധാരണക്കാർ, മിഡിൽ ക്ലാസ് ആൻഡ് ബിലോ ആളുകൾക്കുള്ളതല്ല. അപ്പർ മിഡിൽ ക്ലാസ് ആൻഡ് റിച്ച് കാറ്റഗറി ആളുകൾക്കും ഫോറിനേഴ്സിനും വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒരു റിസോർട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റെന്റ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ അഫോർഡബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ കാരണം അത്രയും ഫെസിലിറ്റികൾ ഉണ്ട് ഇതിന്. ഈ 11 ഏക്കർ സ്ഥലത്ത് 3000-ഓളം ചന്ദനമരങ്ങളും ഒരു 40-45 കോടി രൂപയോളം സ്പെൻഡ് ചെയ്തിട്ടുള്ള കോമൺ അമ്യൂണിറ്റീസുമുള്ള അത്തരത്തിലുള്ള ഇത് വയനാട്ടിലാണ് ഈ പ്രോജക്റ്റ് ഉള്ളതെങ്കിലും ഇത് വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ ഒരേ ഒരു പ്രൊജക്ട് മാത്രമേ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ അതിനെ കുറിച്ച് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു പ്രൊജക്ട് ഇവിടെ ഒരാൾ ഈ ഒരു പ്രൊജക്ട് സ്വന്തമാക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന 3 ബെനിഫിറ്റ് ഒന്നുകൂടെ പറയാം. ഒന്ന്, നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്ന ടൂറിസം ബെനിഫിറ്റ്. രണ്ടാമത്തത് അഗ്രികൾച്ചർ ബെനിഫിറ്റ്. മൂന്നാമത്തത് റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ്. അപ്പൊ ഈ ഒരു ഇതിന്റെ ഒരു ഡെയിലി റെന്റൽ എന്ന് പറയുന്നത് കുറച്ച് ഹൈ ആണെന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എത്ര വരെ പ്രതീക്ഷിക്കും? പുതിയ ആൾക്കാരുടെ ചോദ്യം. പുതിയ ആൾക്കാർ പറഞ്ഞാൽ മതി. ആരെങ്കിലും പുതിയ ആൾക്കാരുള്ളത് ഒന്ന് പറഞ്ഞേ. പഴയ ആൾക്കാർ മിണ്ടണ്ട. ഇന്ന് ആദ്യമായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ പറയും കൂടിയതാണ് ഇതിന്റെ വാടക, ഒരു ദിവസത്തെ വാടക കുറച്ച് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. എത്ര വരെ പ്രതീക്ഷിക്കുന്നുണ്ട്? പെർ ഡേ ഒരു 20,000 25,000 പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? കേരളത്തിൽ ഏറ്റവും കൂടിയ ഒരു ദിവസത്തെ ഒരു ഹോട്ടൽ റൂമിന്റെ റെന്റ് എത്രയെന്ന് അറിയോ? അത് പോരാ, അതെപ്പോ പറഞ്ഞുതരാം. ഞാനത് സമ്മതിച്ചിട്ടില്ല, അവരെ അഭിപ്രായങ്ങൾ ചോദിച്ചോളൂ. എത്രയോ നിങ്ങൾ ധാരണ പറഞ്ഞോ? 1 ലക്ഷം വരും. അറിയുന്നില്ല. പുതിയ ആൾക്കാർ, നിങ്ങൾ പുതിയ ആളാണോ? 4 lakh വരും. ആരാ പറഞ്ഞ 4 lakh? ഓക്കെ, അത്ര പുതിയ ആളല്ലല്ല. ഓക്കെ, ശരി. മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് പുള്ളി, അതോടെ പുതിയ ആളല്ലാതെ പറഞ്ഞു. ശരി, പക്ഷെ നല്ല മുഖപരിചയം ഉണ്ട് എനിക്ക്. ഓക്കെ, അപ്പൊ 4 ലക്ഷം എന്ന് പറഞ്ഞു അല്ലേ? ഇതെല്ലാവർക്കും അത്ര വലിയ ധാരണ ഇല്ലാന്ന് തോന്നുന്നില്ലേ? പുള്ളി 1 ലക്ഷം ഒക്കെ പറഞ്ഞുള്ളൂ. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കൊച്ചി ബോൾഗാട്ടിയിലുള്ള ഹയാത്ത് എന്ന് പറയുന്ന 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടല്ലോ, അവിടെ ഇതുപോലെ റൂമിന്റെ അകത്ത് തന്നെ സ്വിമ്മിംഗ് പൂളുള്ള 5 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന റൂമിന് ഒരു ദിവസത്തെ വാടക 3.6 lakhs പ്ലസ് GST എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. അതാണ് ഞാൻ ഉദ്ദേശിച്ച കുറച്ച് ഹൈ പ്രൈസിങ് ആയിരിക്കും എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മൾ അത്രയൊന്നും ചാർജ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ചാർജ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു $500 മുതൽ $1000 വരെ ആയിരിക്കും പെർ ഡേ ഇതിന്റെ വാടക. $500 മുതൽ $1000 ഏകദേശം 50,000 1 ലക്ഷത്തിന് ഇടയിലായിരിക്കും പെർ ഡേ ഇതിന്റെ റെന്റ്. ഓക്കെ, ഇതാണ് നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിന്റെ ഒരു ദിവസത്തെ വാടക. പക്ഷെ ഇപ്പൊ തുടക്കത്തിൽ ഇപ്പൊ നമ്മൾ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട്
സാധാരണക്കാർക്കും വേണമെങ്കിൽ ഇവിടെ താമസിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോ 20,000 തുടങ്ങി 30,000 രൂപ വരെ കൊടുത്ത് ബുക്ക് ചെയ്യുന്നവർക്ക് 2027 ജനുവരിയോടുകൂടെ ഇതിന്റെ ഉദ്ഘാടനം കഴിയുമ്പോൾ വേണമെങ്കിൽ താമസിക്കാം. ഒരു ദിവസം 20,000-നും 30,000-നും ഇടയിലുള്ള 2-3 പാക്കേജുകളുണ്ട്. അതിലിഷ്ടമുള്ള ഒരു പാക്കേജ് എടുത്തുകൊണ്ട് താമസിക്കാം. അത് മാത്രമല്ല കുറെ ഗിഫ്റ്റുകളും കൊടുക്കും അവർക്ക് അതിന്റെ കൂടെ. ഈ ചെറിയ മോഡലുള്ള ബുക്ക് എന്ന് വെച്ചാൽ ഒരു കാര്യം തുടങ്ങി വെക്കുകയല്ലേ, അപ്പൊ അതിന്റെ കൂടെ നമുക്കൊരു കൂടുതൽ ആളുകൾ വരട്ടെ. അതിനുശേഷം ഇത് ഫുൾ സ്വിംഗിൽ ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഏറ്റവും ചുരുങ്ങിയ വാടക $500, ഏറ്റവും കൂടിയ വാടക $1,000. 50,000-നും 1,00,000-നും ഇടയിലായിരിക്കും. സീസൺ ഓഫ് സീസൺ ഒക്കെ അനുസരിച്ച് ഇതിന്റെ ഡെയിലി റെന്റ് വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നത്. അപ്പൊ ഈ പ്രോപ്പർട്ടി നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇതിന് എന്ത് വരുമാനം കിട്ടുന്നുള്ള ഏകദേശം രൂപ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കണക്ക് കൂട്ടാൻ അറിയുന്നവർക്ക് പെട്ടെന്ന് കണക്ട് ആവും. ഓക്കെ, അപ്പൊ ഒരു ദിവസം നമുക്ക് ഏവറേജ് 25,000 രൂപ വാടക കൂട്ടാം. 25,000 രൂപ വീതം ഒരു ദിവസം വാടക കിട്ടുന്ന ഡെയിലി റെന്റ് 25,000 രൂപ. ഇപ്പൊ എന്ത് സാധനം 30 ദിവസം ഒരു മാസം പോകുന്ന നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല അല്ലെ. പകുതി കൂട്ടിക്കും, ഒരു 15 ദിവസം. ഓക്കെ, 25,000 രൂപ വെച്ചൊരു 15 ദിവസം റെന്റിന് അവിടെ ഗസ്റ്റുകൾ താമസിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 25,000 × 15 ദിവസം, ഒരു 3.25 ലക്ഷം രൂപ ഒരു മാസത്തെ വരുമാനം. അതിൽ നിന്ന് നമുക്ക് 75,000 രൂപ അടുത്ത ചെലവുകൾക്ക് പോട്ടെ. കറണ്ട് ബില്ല് അടക്കണം, മാനേജ്മെന്റ് എക്സ്പെൻസ് വരും, അഡ്വർടൈസ്മെന്റ് കൊടുക്കണം, പ്രൊമോഷൻസ് നടത്തണം, മെയിൻ്റെനൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഹൗസ് കീപ്പിംഗ് ഉണ്ടാവും. ഇതിനെല്ലാത്തിനും കൂടി ഒരു 75,000 മാറ്റി വെച്ചാലും ബാക്കി ഒരു 3 ലക്ഷം രൂപ ഉണ്ടാവും. അപ്പൊ എത്ര എമൗണ്ട് ആണോ അവിടെ ചെലവുകൾ കഴിച്ച് ബാക്കി ഉണ്ടാവുന്നത് അതിന്റെ 80% ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന ആൾക്കുള്ളതായിരിക്കും. ആരാണത് പൈസ മുടക്കി വാങ്ങുന്നത് അതിന്റെ ആൾക്ക് ഇതിന് 80% എമൗണ്ട് കൊടുക്കും. ബാക്കി 20% ഇത് മാനേജ് ചെയ്യുന്ന കമ്പനിക്ക്, അതായത് ഞങ്ങൾക്കുള്ളതാണ്. ഇപ്പൊ 3 ലക്ഷം രൂപയാണ് ഒരു മാസം അവിടെ എല്ലാ ചെലവ് കഴിച്ച് ബാക്കി വരുന്നുണ്ടെങ്കിൽ ഏകദേശം റൗണ്ട് ഫിഗർ പറഞ്ഞാൽ ഒരു 2.5 ലക്ഷം രൂപ ഇതിന്റെ ഉടമസ്ഥനും ബാക്കിയുള്ളത് കമ്പനിക്കും ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അപ്പൊ ഒരു മാസം 2.5 ലക്ഷം രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം 2.5 ലക്ഷം × 12 മാസം കണക്കൂട്ടി കഴിഞ്ഞാൽ ഒരു 30 ലക്ഷം രൂപ നമുക്ക് ഒരു വർഷത്തെ വരുമാനം. ഒരു വർഷം 30 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ 5 കൊല്ലം കൊണ്ട് എത്രയായി? 1.5 കോടി രൂപ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഇന്നത്തെ വിലയ്ക്ക് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ 5 കൊല്ലം കൊണ്ട്, അല്ലെങ്കിൽ 3 മുതൽ 5 കൊല്ലം കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, അല്ലെങ്കിൽ ഇത് വാങ്ങാനായിട്ട് നിങ്ങൾ ചെലവഴിച്ച പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി. 3 to 5 ഇയറിനുള്ളിൽ തിരിച്ചു കിട്ടും. അതാണ് ഇതിന്റെ ഒന്നാമത്തെ ബെനിഫിറ്റ്, ടൂറിസം ബെനിഫിറ്റ് അഥവാ റെന്റൽ ഇൻകം. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ കിട്ടുന്ന അഗ്രികൾച്ചർ ബെനിഫിറ്റ് ആണ്. അതായത് ഇതിലൊരു ചന്ദന മരങ്ങൾ 16 എണ്ണം ഉണ്ട്. ഒരു ചന്ദന മരത്തിന് 10 മുതൽ 15 വർഷം കൊണ്ട് നമുക്ക് മുറിച്ചു വെക്കാം. 10 മുതൽ 15 വർഷം കൊണ്ട് അത് മുറിച്ചു വെക്കുന്ന സമയത്ത് അതൊരു 50 സെന്റിമീറ്റർ വണ്ണോ ഒരു 20 അടി ഹൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ഏകദേശം 200 കിലോ തൂക്കം വരും. ആ 200 കിലോ തൂക്കം വരുന്ന മരത്തിന്റെ ഏകദേശം 10% നമുക്ക് അതിന്റെ ഹാർഡ്വുഡ് കാതൽ കിട്ടും. എന്നാൽ ഏകദേശം 20 കിലോത്തോളം. പിന്നെ ചന്ദനത്തിന്റെ മറ്റൊരു പ്രത്യേകത, ചന്ദനത്തിന്റെ എല്ലാ പാർട്സിനും കിലോന് റേറ്റ് കിട്ടും. ഇല ഒഴിച്ച് ബാക്കി എല്ലാ പാർട്സിനും. അതായത് ഇതിന്റെ കാതൽ, വേര്, വെള്ള, തൊലി, അകത്ത തൊലി, പുറത്ത തൊലി, പല വണ്ണത്തിലുള്ള കൊമ്പും ചില്ലകൾ, ഇത് മുറിക്കുമ്പോണ്ടാകുന്ന പൊടി, ഇതിനെല്ലാത്തിനും കിലോന് റേറ്റ് കിട്ടും. കിലോന് 25,000 രൂപ തുടങ്ങി 350 രൂപ വരെ ആയിരിക്കും ഓരോരോ പാർട്സിന്റെ റേറ്റ് വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് ഒരു ചന്ദനമരം വിറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ വില അനുസരിച്ച് നമുക്ക് കിട്ടുന്നത് ഏകദേശം 8 ലക്ഷം രൂപയാണ് ഇപ്പൊ മുറിച്ചു വിറ്റാൻ കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ നട്ടിട്ടുള്ള മരങ്ങൾ മുറിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന 10 മുതൽ 15 വർഷത്തിനുള്ളിലാണ് അത് മുറിച്ചു വെക്കുക. അപ്പോഴേക്കൊരു 3 മടങ്ങ് വില കണക്കാക്കിയാൽ തന്നെ ഒരു മരം ഏകദേശം 25 ലക്ഷം രൂപയും. 25 ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു 5 സെന്റ് സ്ഥലത്ത് 16 മരങ്ങൾ, 16 ചന്ദനമരം × 25 ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4 കോടി രൂപയോളം നമുക്ക് ചന്ദനത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന വരുമാനം. ഈ 4 കോടി കിട്ടിയില്ലെങ്കിൽ പകുതി കിട്ടിയാൽ 2 കോടി കൂടിക്കൂടെ. അപ്പൊ അതാണ് ഇതിൽ കിട്ടുന്ന അഗ്രികൾച്ചർ ബെനിഫിറ്റ്, രണ്ടാമത്തെ ബെനിഫിറ്റ്. ഇനി മൂന്നാമത്തെ ബെനിഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ്, പ്രോപ്പർട്ടി വാല്യൂ അപ്രീസിയേഷൻ. ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുന്നത്. ഇത് വാങ്ങിയപ്പോ അദ്ദേഹത്തിന് ഡോക്ടർ ഖാദർ ഫ്രം ട്രിവാൻഡ്രം, അദ്ദേഹം സയന്റിസ്റ്റ് ആണ്. നമ്മുടെ ഒരു ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. യെസ്, അദ്ദേഹം ട്രിവാൻഡ്രത്താണ്, ബാംഗ്ലൂരിൽ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇലക്ട്രോണിക്സിൽ അല്ലെ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ് അദ്ദേഹം. നമ്മുടെ ഒരു പ്രോപ്പർട്ടി സ്വന്തമായിട്ട് വാങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പോ ഞാനപ്പോ അദ്ദേഹത്തിന് തന്നെ ഒരു എക്സാമ്പിൾ എടുത്തു. അതുപോലെ കുറെ പേരുണ്ടല്ലോ ഇവിടെ സ്വന്തമായിട്ട് വാങ്ങിയിട്ടുള്ള. ഇവിടെ നമ്മള് യെസ്
രാജൻ യെസ് ഓക്കെ, രാജൻ ഗി വർഗീസ്. ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിരിക്കുന്നു ആൾക്കാർ. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു ക്ലാപ്പ് കൊടുക്കും. എവിടെ ലിറ്റി ആൻഡ് അഭിലാഷ്. യെസ്, ഇതാ ഒന്ന് തിരിച്ചു പോയിക്കോളൂ. ഒരു ദമ്പതികൾ, അവരും സ്വന്തമായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ തരിച്ചു വാങ്ങിയിട്ടുള്ള? ഓക്കെ, സമയം എടുക്കില്ല. കുറെ പേരുണ്ട്, എനിക്കറിയാം. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 100-ലധികം പേര് ഇന്നിവിടെ തരിച്ചും ഷെയർ ആയിട്ടൊക്കെ ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വാങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിലേക്ക് നമ്മൾ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അപ്പൊ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥനാരാ? അദ്ദേഹം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കോട്ടേജ്. ഇത് ഇദ്ദേഹത്തിന് വാടകയ്ക്കും കൊടുക്കാം, വേണമെങ്കിൽ വിൽക്കുകയും ചെയ്യാം. അപ്പൊ തുടക്കത്തിൽ അദ്ദേഹം ഒരു 1-2 വർഷമൊക്കെ വാടകയ്ക്ക് കൊടുത്തു. അത്യാവശ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വർഷത്തിൽ ഒരു 30 ലക്ഷം 40 ലക്ഷം വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് തോന്നി ഇത് വിൽക്കണം തോന്നി, പണി വിൽക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് കിട്ടുന്നൊരു അപ്രീസിയേഷൻ ഉണ്ട്. അപ്രീസിയേഷൻ ഒക്കെ എങ്ങനെ കണക്കാക്കാം? ഇപ്പോ ഈ പ്രോപ്പർട്ടി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് 15 മാസം മുമ്പാണ് ഈ പ്രൊജക്ട് അനൗൺസ് ചെയ്തത്. 15 മാസം മുമ്പ് ഈ പ്രൊജക്ട് അനൗൺസ് ചെയ്തപ്പോ ഈ 5 സെന്റും ഈ ഒരു കോട്ടേജിന്റെ റേറ്റ് എന്ന് പറയുന്നത് 45 lakhs, 45 ലക്ഷം രൂപയാണ്. 45 ലക്ഷം രൂപയ്ക്കാണ് അന്ന് കൊടുത്തത്. ലോഞ്ചിങ് ഓഫറായിട്ട് കൊടുത്തത് 45 ലക്ഷം. അത് മാത്രമല്ല, ലോഞ്ച് ചെയ്ത ദിവസം കല്ലിടൽ ചടങ്ങിന്റെ അന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് 45 ലക്ഷം രൂപയ്ക്ക് ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ ഉണ്ടായിരുന്നു. 45 ലക്ഷം രൂപയ്ക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിയിട്ടുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. ഇത് പിന്നെ നെക്സ്റ്റ് മന്ത് പണി തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ വില 45-50 ലക്ഷമാക്കി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് 60 ലക്ഷമാക്കി, 70 ലക്ഷം, 75 ലക്ഷം, 85 ലക്ഷം, 90 ലക്ഷം, 1 കോടി, 1.10, 1.4. ഇപ്പൊ അത് 1.5 കോടിയിൽ എത്തിയിരിക്കണം ഇപ്പോഴത്തെ വില. ഇതിന്റെ ഓഗസ്റ്റ് 1-ാം തീയതി തുടങ്ങി 2 കോടിയാണ് റേറ്റ്. കഴിഞ്ഞു, അതോടെ തീരും. ഇനി വിൽക്കാനില്ല, നിസ്സാരം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ 1.5 കോടി രൂപയാണ് ഇപ്പൊ നിലവിലുള്ള വില. അപ്പൊ എന്താ സംഭവിച്ചത്? 15 മാസം കൊണ്ട് 45 ലക്ഷം രൂപയിൽ നിന്ന് 1.5 കോടിയിലേക്ക് ഇതിന്റെ വർധനവുണ്ടായി. അപ്പൊ ഈ 45 ലക്ഷം രൂപക്ക് ഇത് വാങ്ങിയ ആള് ഇന്ന് ആൾക്ക് വിൽക്കാം. ആളല്ലെങ്കിൽ ഉടമസ്ഥ. ആൾക്ക് കിട്ടുന്ന ലാഭത്തിൽ ഏകദേശം 350% ഗ്രോത്ത്. അതായത് 3.5 മടങ്ങ് വില ഓൾറെഡി ഇപ്പൊ തന്നെ കൂടിക്കഴിഞ്ഞു. ശരി, ഇതോടെ അവസാനിക്കുന്നുണ്ട് ഇതിന്റെ വില വർധനവ്. ഇനി ഇതിന്റെ വില വർദ്ധിക്കാൻ പോണത് ഇപ്പോ നമ്മളെ ഖാദർ സാറ് ഈ പ്രോജക്റ്റ് എടുത്തു, പ്രോപ്പർട്ടി വാങ്ങി. ഒരു 2 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വരുമാനം ഒക്കെ കിട്ടുന്നുണ്ടോ അതിനൊരു പ്രൂഫ് ആയി കഴിഞ്ഞാൽ, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മാസവും ഇദ്ദേഹത്തിന്റെ ഈ കിട്ടുന്ന റെന്റൽ ഇൻകത്തിന്റെ എല്ലാ മാസത്തെയും സ്റ്റേറ്റ്മെന്റ് ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. നിങ്ങളൊന്നും ചെയ്യേണ്ട കേട്ടോ. ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന ആളുകൾ ഇവിടെ വന്ന് നിങ്ങളുടെ സമയമോ ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതെല്ലാം കമ്പനി ചെയ്ത് അതിന്റെ സ്റ്റേറ്റ്മെന്റും പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. നിങ്ങൾക്ക് യാതൊരുവിധ ഓവർഹെഡും ഇല്ല. വേണമെങ്കിൽ വർഷത്തിൽ 15 ദിവസം അവിടെ ഫ്രീ ആയിട്ട് താമസിക്കാം. അപ്പോ അതിലുള്ള നിങ്ങളുടെ വാങ്ങുന്ന ആളുകൾക്ക് ആകെയുള്ള എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആധാരം കൊണ്ടുപോയി വീട്ടിൽ വയ്ക്കുക. വേണമെങ്കിൽ വർഷത്തിൽ 15 ദിവസം വന്ന് ഫ്രീ ആയിട്ട് താമസിക്കാം. എത്രയേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം ഇപ്പോ 45 ലക്ഷത്തിന് വാങ്ങിയവരും 1.5 കോടിക്ക് വാങ്ങിയവരും ഒരു 2 വർഷം കഴിഞ്ഞ് ഈ പ്രോപ്പർട്ടി വിൽക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയാൻ പോകുന്ന വില എത്രയായിരിക്കും? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അതായത് വർഷത്തിൽ 30 ലക്ഷം രൂപ അല്ലെങ്കിൽ മാസം 2.5-3 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിക്ക് നമുക്ക് എത്ര രൂപ വില പറയാൻ പറ്റും? റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ എളുപ്പത്തിൽ അറിയാൻ പറ്റും. ആരെങ്കിലും ഉണ്ടോ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന? ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്യോ. ഒരു മാസം 2.5 ലക്ഷം രൂപ വാടക കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വർഷം 30 ലക്ഷം രൂപക്ക് മുകളിൽ വാടക കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിച്ചോ, ആ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന്റെ വാല്യൂ എത്രയായിരിക്കും? 5 CR കിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് 7 മുതൽ 12 കോടി വരെ വേണം. 7 കോടി മുതൽ 12 കോടി രൂപ വരെ വിലയുള്ള ഒരു പ്രോപ്പർട്ടിക്കാണ് ഒരു മാസം ഏവറേജ് 2.5 ലക്ഷം രൂപ വാടക കിട്ടുക. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന 2.5 ലക്ഷം അല്ലെങ്കിൽ വർഷത്തിൽ 30 ലക്ഷം കിട്ടുന്ന ഒരു പ്രൂഫ് ആയി കഴിഞ്ഞാൽ ഖാദർ സാറിന്റെ അടുത്ത് ചോദിക്കുന്ന ഈ കോട്ടേജ് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ കൊടുക്കാം. എന്താ വില? 10 കോടി രൂപ അല്ലെങ്കിൽ 7 കോടി രൂപ. വേണ്ട, മിനിമം 5 കോടിയെങ്കിലും പറയാം.
അതാണ് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ. അപ്പൊ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ ബെനിഫിറ്റ്, പ്രോപ്പർട്ടി വാല്യൂ അപ്രീസിയേഷൻ, റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ്. ക്ലിയർ? ഇപ്പൊ 3 ബെനിഫിറ്റ് ഞാൻ പറഞ്ഞില്ലേ? ടൂറിസം ബെനിഫിറ്റ്, റെന്റൽ ഇൻകം, അഗ്രികൾച്ചർ ബെനിഫിറ്റ്, ചന്ദന മരത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം, മൂന്നാമത്തെ റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ്, പ്രോപ്പർട്ടി വാല്യൂ അപ്രീസിയേഷൻ. അങ്ങനെ